നമസ്കാരം. നമുക്കെല്ലാം അറിയാം, ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തവും കുൽസിതവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം ദേശത്തുടനീളം നടക്കുന്നുണ്ട്. ഇവർ അധികാരത്തിൽ വരരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നടത്തുന്ന ചില ആഗോളതലത്തിൽ തന്നെ സഹായങ്ങൾ കിട്ടുന്ന പ്രസ്ഥാനങ്ങളുടെ പരിപാടിയാണ്. ആഗോളമാനങ്ങളുള്ള ഒരു പരിപാടി തന്നെയാണ്. ബി ജെ പി ദേശീയതയുടെ ഒരു പാർട്ടി ഇവിടെ ജയിക്കാൻ പാടില്ല, അതിനെ പലതരത്തിൽ വർഗീയമാക്കിക്കൊണ്ടും ആടിനെ പട്ടിയാക്കുന്നത് പോലെ പട്ടിയെ പേപ്പട്ടിയാക്കുന്നത് പോലെയുമുള്ള ശ്രമങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ബോധ്യത്തിൽ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബി ജെ പിയോടെയുള്ള എല്ലാ തരത്തിലുമുള്ള അയിത്തങ്ങളും അസ്പൃശ്യതയും മറന്നുകൊണ്ട് ആളുകൾ ഇപ്പോൾ ബി ജെ പിയെ പരിണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബി ജെ പിയെ മാറ്റി നിർത്തുന്ന പരിപാടി, ആ അയിത്തം ഇല്ലാതായിരിക്കുന്ന ഒരു വേളയാണ്. അപ്പോൾ ബി ജെ പി എങ്ങാനും ഈ ഒരു ജനസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ജനവിധിയുടെ അല്ലെങ്കിൽ ജനഹിതത്തിൻ്റെ പേരിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ള ഒരു വിചാരം കൊണ്ട് ചില തൽപര കക്ഷികൾ, അതുപോലെ തന്നെ ഈ ഒരു ലക്ഷ്യമുള്ള ദേശീയതയെ തകർക്കുക എന്ന ലക്ഷ്യമുള്ള ചില പാർട്ടികൾ അവർ ജയിക്കും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ മണ്ഡലങ്ങളിൽ നിന്ന് പതുക്കെ പാരവയ്പ്പുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് മഞ്ചേശ്വരം. ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞതാണ് കെ സുരേന്ദ്രൻ. അവിടെ കേവലം 81 വോട്ടുകളുടെ വ്യത്യാസം, അതായത് 2 ഡിജിറ്റിൽ ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് തൻ്റെ വിജയം, അത് എല്ലാ പാർട്ടികളും എതിർക്കുന്ന ഒരു പാർട്ടി ആയിരുന്ന കാലത്ത് അത്തരം ഒരു റെക്കോർഡ് സൃഷ്ടിച്ച ആളാണ് കാസർഗോട്ട് കെ സുരേന്ദ്രൻ. അദ്ദേഹമാണ് ഇക്കുറി വീണ്ടും മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാണ് എന്ന് കണ്ട നിമിഷത്തിൽ അവിടെ നേരത്തെ പത്രിക സമർപ്പിച്ചിരുന്ന PDP സ്ഥാനാർത്ഥി, PDP അല്ല, SDPI സ്ഥാനാർത്ഥി, അവിടെയുള്ള SDPI സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ആ പിന്തുണ, അവരെ ഏതെങ്കിലും ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പിന്തുണ എന്ന് പറയുന്നത് അവരെ LDFനെ സഹായിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമുദായത്തിൻ്റെ വോട്ട് CPMലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് സുരേന്ദ്രനെ അവിടെ തോൽപ്പിക്കാം എന്ന് ഉള്ള ഒരു തന്ത്രമാണ് അവിടെ നടപ്പാക്കുന്നത്. കാരണം 81 വോട്ട് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ കൂടി 100 ആയാലും ശരി, ഏത് ഈർക്കലി പാർട്ടിയുടെ വോട്ട് കൊണ്ടും അതിനെ ഒരു പരാജയമാക്കി മാറ്റാവുന്നതേ ഉള്ളൂ. എന്ന് മാത്രമല്ല, SDPI എന്ന് പറയുന്ന പാർട്ടിയിൽ നേരത്തെ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ ഭീകരവാദത്തിൻ്റെ സംഘടനയായിട്ടുള്ള ആ പാർട്ടി, ദേശീയതയുടെ എതിർചേരിയിൽ നിൽക്കുന്ന ആ പാർട്ടി, വിദേശ സഹായങ്ങൾ ഒക്കെ ലഭിച്ച് വിദേശത്തേക്ക് റിക്രൂട്ട്മെൻറ്റുകളും ഭീകരവാദത്തിൻ്റെ പരിശീലനങ്ങളും ഇന്ത്യയിൽ തന്നെ നടത്തുന്നത്, ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ യുദ്ധം ചെയ്യുന്ന ആ ഒരു പാർട്ടിയുടെ, ആ ഒരു സംഘടനയുടെ ആളുകളൊക്കെ ആ പാർട്ടിയെ നിരോധിച്ചതിനെ തുടർന്ന് SDPIയിലേക്ക് ചേക്കേറിയിട്ടുമുണ്ട്. അപ്പോൾ അവരാണ് പിന്തുണയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് നേമത്ത് മാത്രമല്ല, കേരളത്തിൽ ഉടനീളം PDP എന്ന് പറയുന്ന അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടി, ആ പാർട്ടിയുടെ പിന്തുണ നേമത്ത്, അത് വളരെ പ്രസക്തമാണ്, നേമത്ത് കൊടുക്കുന്നത് CPMനാണ്. കാരണം ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ കൽപ്പ് ഉള്ള ഒരു നേതാവ് നേമത്തെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖറാണ്. ഇനി അദ്ദേഹം എങ്ങാനും വിജയിച്ചു പോയാലോ എന്ന് കരുതി ഈ വോട്ടുകളെല്ലാം കൂടി അവർ സമാഹരിച്ചിട്ട് ശിവൻകുട്ടിക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമം, ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ട് അവസാന ദിവസം കൊണ്ടുവന്ന് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് സഹായ ഫണ്ട്, അതാണ് അദ്ദേഹം ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അദ്ദേഹത്തിന് കൊടുക്കുക. അതാണ് അവർ ചെയ്യുന്നത്. പാവപ്പെട്ട മുസ്ലിങ്ങളെ, സമാധാനമായി കഴിയാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ, പ്രത്യേകിച്ചും പൂന്തറയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഉള്ള മത്സ്യത്തൊഴിലാളികളെയൊക്കെ പറഞ്ഞ് ചതിച്ച് തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളാണ് ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ സുരക്ഷ നോക്കുന്നത് എന്നൊക്കെ വിശ്വസിപ്പിച്ചുകൊണ്ട് വർഗീയ കലാപങ്ങൾക്ക് പൊടിപിടിക്കുന്ന, വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തുന്ന ആ പാർട്ടി. പൂന്തറയിൽ തന്നെ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ സമാധാന ജീവിതം നശിപ്പിച്ച ഒരു നേതാവ്, ആ നേതാവിൻ്റെ ആ പാർട്ടി അവിടെ ശിവൻകുട്ടിക്ക് വേണ്ടിയിട്ട് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുകയാണ്. ഇതിലൊക്കെ രസമെന്ന് പറയുന്നത്, ഈ പാർട്ടിയുടെ പിന്തുണയെപ്പറ്റി ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ക്ഷോഭാകുലനായി പത്രസമ്മേളനത്തിൽ.
വ്യക്തമായിട്ടുള്ള ഉത്തരം പറയാൻ അദ്ദേഹത്തിന് ഈ ക്ഷോഭം കൊണ്ട് കഴിഞ്ഞതുമില്ല. അതുപോട്ടെ, അദ്ദേഹത്തിൻ്റെ ക്ഷോഭം നമുക്ക് മനസ്സിലാക്കാവുന്നത്. പാർട്ടിയുടെ താത്വിക ആചാര്യനായിട്ട് ഇപ്പോൾ വിരാജിക്കുന്ന സഖാവ് MA ബേബി, ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടും പത്രക്കാരെ കളിയാക്കിക്കൊണ്ടും ചോദിച്ച ഒരു ചോദ്യം, അങ്ങനെ ഏതെങ്കിലും ഒരു വോട്ടർ പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ട് അങ്ങനെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ച് അവരുടെ കൈ പിടിച്ച് തിരിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു താത്വികമായ ഒരു ചോദ്യവും ചിരിയുമാണ്. ഇത്രയേ ഉള്ളൂ ഈ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, പ്രത്യേകിച്ചും അതിൻ്റെ ഏറ്റവും ഉന്നതനായ ഫസ്റ്റ് എമംഗ് ദി ഈക്വൽസ് ആയിട്ടുള്ള CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇതാണോ നിങ്ങളുടെ നിലപാടെന്താണ്? ഇതാണ് ജനങ്ങളുടെ ചോദ്യം. പത്രക്കാരൻ ചോദിച്ചതാണ്, നിങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ SDPIയുടെ വോട്ട് വേണ്ടേ? ഈ ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. PDPയുടെ കാര്യത്തിൽ അവർ നിലപാടെടുത്തു. PDP ഇപ്പം മാറിപ്പോയി, അങ്ങ് മാറിപ്പോയി, ഒരുപാട് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ശോഷിച്ചു പോയി. അതാണ് ഒരു കാര്യം. വർഗീയ വിപ്ലവങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് കേന്ദ്രത്തിൽ ശക്തമായിട്ടുള്ള ആഭ്യന്തര വിപ്ലവം ഉണ്ടാകും, അതുകൊണ്ടാണ് നടക്കാതെ പോകുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ മാറിപ്പോയി, അങ്ങനെ അത് മെലിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ആ PDPയുടെ കാര്യത്തിൽ SDPയുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അപ്പുറത്തുണ്ട്, മുസ്ലിം ലീഗിനെ സ്വാധീനിക്കും എന്നൊക്കെ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടല്ലോ AK ബാലൻ. SDPയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അവരുടെ വോട്ട് വേണോ വേണ്ടയോ? നിലപാട് പറയും. അതാണ് ചോദിച്ചത്. ഞങ്ങൾക്ക് SDPയുടെ വോട്ട് വേണ്ട എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുക. അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. വർഗീയവാദികളുടെ ആരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്കത് പറയാൻ തൻ്റെ ഇടമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല. ഇനിയും വേറൊരു കാര്യം, നമ്മുടെ കേരളത്തിൽ വലിയൊരു ബഹളമുണ്ടായി. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു കുറിപ്പുണ്ടായിരുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കുറിപ്പ്, ഒരു കത്ത്. അതിൽ സീല് കണ്ടത് BJPയുടെയാണ്. മുഖ്യമന്ത്രി തൊട്ട് മന്ത്രിമാരെല്ലാം ബഹളമുണ്ടാക്കി. ഈ സീല് BJPയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള ഡീലാണ്. പണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് വോട്ട് ചോരി, അമ്മാതിരി ഒരു സാധനമാണ്, സൂക്ഷിക്കണമെന്ന്. ഇപ്പോൾ അന്വേഷണം നടത്തി കണ്ടുപിടിച്ചു ഇതാരാണോ ഈ വൃത്തികേട് ചെയ്തതെന്നറിയാം. ജയ്സൽ P അസീസ് എന്ന് പറയുന്ന CPM-ൻ്റെ യൂണിയനിൽപ്പെട്ട ആൾ. CPM-ന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന്, PF-ൻ്റെ ആൾക്കാർ പലരും അതിലേക്ക് വന്നിട്ടുണ്ട്, അവർക്കുള്ള ഒരു രക്ഷാകവചമായിട്ട് CPM മാറിയിട്ടുണ്ട്. അവർ വല്ലാത്ത അപകടം ചെയ്യും. അതുകൊണ്ടാണ് G സുധാകരനും പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് സത്യമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ BJPയുടെ സീൽ വെച്ച് അടിക്കാനും അത് ഇത്ര വിവരദോഷിയാണോ അദ്ദേഹം PSC വഴി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഉദ്യോഗസ്ഥൻ? അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. ഇങ്ങനെ ഒരു അപഖ്യാതി നാട്ടിൽ ഉടനീളം ഉണ്ടാക്കി അതിൻ്റെ ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്ത കാര്യം തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്. ഈ ഉദ്യോഗസ്ഥനെ തൽക്കാലം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമായി പണി. ഈ തെറ്റ് ചെയ്താലും അദ്ദേഹം ഉദ്യോഗസ്ഥനായിട്ട് തന്നെ തുടരുക. കൂടുതൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യുകയും വേണ്ട. അല്ലാതെ യാതൊരു ശിക്ഷാ നടപടി ഇതുപോലെ എടുത്തിട്ടില്ല. ഒരു ദേശീയ പാർട്ടിയുടെ, ദേശം ഭരിക്കുന്ന പാർട്ടിയുടെ സീലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവിലെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് അത്ര വിവരദോഷികളായിട്ടുള്ള ആൾക്കാരാണോ നമ്മുടെ സിവിൽ സർവീസിൽ വേണ്ടത്? എനിക്ക് മനസ്സിലാവുന്ന ഒരു നിമിഷം ആ ജോലിയിൽ തുടരാൻ ഇയാൾക്ക് യോഗ്യതയില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിലിന് വേണ്ടി, സർക്കാരിൽ ഒരു തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി റാങ്ക് പട്ടികയിൽപ്പെട്ടിട്ടും കിട്ടാതെ പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇതുപോലെയുള്ള വിപ്ലവകാരികളെ, കലാപകാരികളെയൊക്കെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എന്ത് പരിപാടിയാണ്? ആ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി, ദേശം ഭരിക്കുന്ന പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കർത്തവ്യം. സിവിൽ സർവീസുകാർക്ക് ഒരു രാഷ്ട്രീയമില്ല. ഗവൺമെൻറ്റുകൾ മാറി മാറി വരും, ഗവൺമെൻറ്റുകളുടെ സർവീസാണ്. അല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ ഉദരസേവയല്ല അവരുടെ ലക്ഷ്യം. അതല്ല അവരുടെ ജോലി എന്ന് പറയുന്നത്. ആ പരിപാടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജയ്സൽ P അസീസാണ്. ഇദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ട്, അതുപോലെ CPM-ഉമായിട്ട് ബന്ധമുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സംസ്ഥാന ഗവൺമെൻറ്. സംസ്ഥാന ഗവൺമെൻറ് നടപടിയെടുത്തിട്ടില്ല ഇതുവരെ. ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് പറഞ്ഞ് മാറ്റാൻ പറ്റും, പറയാൻ പറ്റും. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നതെന്ന് പറയാം, അതൊരു എക്സ്ക്യൂസായിട്ട് പറയാം. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന ഗവൺമെൻറ് ഏതായാലും ആ ഗവൺമെൻറ് ഈ ഉദ്യോഗസ്ഥനെ കരുതിയിരിക്കണം, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. ഇതുമാതിരിയുള്ള വൈറസുകൾ നമ്മളുടെ പല സ്ഥാപനങ്ങളിലേക്കും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് നമുക്ക് ഭൂഷണമായൊരു കാര്യമല്ല. നാളെ നമുക്കറിയാവുന്ന പോലെ അമേരിക്ക, ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ കലാപങ്ങൾ ഉണ്ടാക്കിയത് CIA-യുടെ നേതൃത്വത്തിലാണ്.
വിദേശ ശക്തികളുടെ നേതൃത്വത്തിലാണ്. അതുപോലെ രാഹുൽ ഗാന്ധി ഓരോ പ്രക്ഷോഭവും നടക്കുമ്പോൾ അതിന് പിന്നിൽ ജോർജ് സൊറോസ് ഉണ്ട്. അതിൻ്റെ നിഴലായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്. അതുപോലെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ നേപ്പാളിൽ കണ്ടു, അയൽ രാജ്യങ്ങളിലെല്ലാം കണ്ടു. അതുപോലെയുള്ള കുൽസിത പ്രവൃത്തികൾ നടത്തി ഇന്ത്യയുടെ വികസനവും മുന്നോട്ടുള്ള യാത്രയും ലോകത്തിലെ ഏറ്റവും അതിവേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തി എന്നുള്ള സ്ഥാനവും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ഏജൻസികൾ ധാരാളമുണ്ട്. അപ്പം അങ്ങനൊരു സന്ദർഭത്തിൽ നമുക്ക് ജാഗ്രതയോടെ ഇരിക്കേണ്ടി വരും. ഇതുപോലെയുള്ള ഈ തലതിരിഞ്ഞ പ്രവർത്തികൾ കാണിച്ചുകൊണ്ട് രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വൈറസുകളെ ഇല്ലാതാക്കിയില്ലെങ്കിൽ നമുക്കൊരു മഹാരോഗത്തെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും എന്നുള്ള ബോധോദയം ഇനി വരുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്കും അത് വേണ്ടതാണ് എന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.